1000 ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന പ്രബുദ്ധമായൊരു കലാലയമാണ് വെള്ളില PTM ഹയർ സെക്കൻഡറി സ്കൂൾ. ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു എങ്ങനെ CPR കൊടുക്കണം, എങ്ങനെ പ്രഥമ ശുശ്രൂഷ കൊടുക്കണം, എങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പൗരൻ ഏത് രീതിയിൽ നേരിടണം എന്ന് കൃത്യമായ ഒരു പഠന ക്ലാസ്, ഒരു പരിശീലന കളരി ഒരു സ്കൂളിൽ കൊടുത്തതിൻ്റെ അനുരണനം അല്ലെങ്കിൽ അനന്തര ഫലം തൊട്ടടുത്ത ദിവസങ്ങളിൽ പിന്നെ അതേ സ്ഥലത്ത് നമ്മൾ കാണാൻ. മിനിയാന്ന് ഈ വെള്ളിലയുടെ പരിസരത്ത് ഒരു കുളത്തിൽ 12 വയസ്സുള്ള 3 പെൺകുട്ടികൾ, ആ പരിസരത്ത് ഒരു പരിപാടിക്ക് വേണ്ടി വിരുന്നുവന്ന 3 പെൺകുട്ടികൾ കുളത്തിൻ്റെ കാണാകയത്തിലേക്ക് മുങ്ങിത്തപ്പാൻ, ശ്വാസം കിട്ടാതെ അവർ പെടയാൻ. അപ്പോഴാണ് അവിടെ കണ്ട ഒരു സ്ത്രീ വന്നിട്ട് അടുത്ത വീട്ടിൽ വെപ്രാളത്തോടു കൂടി ഇത് വിളിച്ചു പറയുന്നത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാമിൽ തനിക്ക് കിട്ടിയ ഈ സ്കൂളിൽ നിന്ന് തനിക്ക് കിട്ടിയ ഈ പ്രാഥമിക നൈപുണ്യം തൻ്റെ ഒരു കൈമുതലാണ് എന്ന് വിശ്വസിച്ചിട്ട് മറുത്തൊന്നും ആലോചിക്കാതെ ആ കുളത്തിലേക്ക് നേരെ എടുത്തിയാടി ആദ്യത്തെ 2 പേരെയും കരയിലേക്ക് എത്തിച്ച് അവർക്കുള്ള പരിചരണങ്ങൾ കൊടുത്ത് അപ്പോഴേക്ക് 3ാമ ആ പെൺകുട്ടി താഴെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി താഴെയാണ്. ആ കുട്ടിയെ കൊണ്ടുവരാൻ ആദ്യ ശ്രമം നടത്തി, പരാജയപ്പെട്ടു. വീണ്ടും ശ്രമിച്ച് കൊണ്ടുവന്ന് അവിടെ കിടത്തി. അപ്പോഴേക്ക് ശരീരം നീല നിറമായിട്ടുണ്ട്, നീലിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് കൃത്രിമ ശ്വസന പ്രക്രിയ കൊടുക്കുക എന്നുള്ളത് അന്ന് കിട്ടിയ സ്കൂളിലെ പരിശീലന കളരിയിലൂടെ കിട്ടിയത് ഓർത്തെടുത്തിട്ട് സമാനമായ പരിശീലനം അല്ലെങ്കിൽ പ്രാഥമിക കർമ്മങ്ങൾ, പ്രതിരോധ സംവിധാനം ഈ കുട്ടി കൊടുക്കുകയാണ്. നാസാരന്ധ്രത്തിലൂടെ ശ്വസന പ്രക്രിയ വലിച്ചു കൊണ്ടുവരാൻ. അവസാനം ആ പെൺകുട്ടി ശ്വസനം എടുത്തു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, 3 പേരെ കുളത്തിൽ നിന്നല്ല മരണത്തിൽ നിന്നാണ് ജീവിതത്തിൻ്റെ കരക്കരയിലേക്ക് മുഹമ്മദ് ഷാമിൽ പിടിച്ചു കയറ്റിയത്. എന്തായിരുന്നു ഈ തംബ്രീനാത്ത്, ഈ പരിശീലന കളരി അല്ലേ? പല വലിയ വലിയ റെപ്യൂട്ടഡ് കമ്പനികളും മോക്ക് ഡ്രില്ല് നടത്താറുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ, മറ്റുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും ഈ പറയപ്പെട്ട ദിവസം മോക്ക് ഡ്രില്ല് നടത്തണം. കാരണം എന്താണ്? നമ്മുടെ തലക്ക് മുകളിലൂടെ ബോംബർ വിമാനങ്ങൾ പറക്കുന്നു, നമ്മൾ സങ്കല്പിക്കാൻ. സ്കഡർ മിസൈലുകൾ വരും, നമ്മൾ സങ്കല്പിക്കാൻ. ബങ്കറുകളിലേക്ക് ഒരു ടീം ഓടുകയാണ്. പരിക്ക് പറ്റിയവരാണ് എന്ന് സങ്കല്പിച്ച് അവർക്ക് ജീവിതം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വേണ്ടി വ്യഗ്രതയോടുകൂടെ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പടപ്പുറപ്പാട് നടത്താൻ. ഈ രീതിയിൽ എന്തപകടങ്ങളും മുന്നിൽ വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ. ഇന്നീ അനലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് പല പല അപകടങ്ങളെ പറ്റിയിട്ടുമുള്ള മുന്നറിയിപ്പുകാരനാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഈ മുഹമ്മദ് ഷാമിൽ കൃത്യമായി കൊടുത്ത പോലെയുള്ള ആന്തരികവും ബാഹ്യവും അല്ലെങ്കിൽ ലൗകികവും ആത്മീയവും ഭൗതികവും ഒക്കെയായ പരിശീലനങ്ങൾ കൃത്യമായി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് ദീനീ ചിന്തകൾക്ക്, ദീനീ വ്യവഹാരങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് എല്ലാവരും ഉള്ളത്. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.